കുടുംബശ്രീ സംവിധാനത്തിലൂടെ 18-നും 40-നും മധ്യേ പ്രായമുള്ള കുടുംബശ്രീ അംഗമല്ലാത്ത ഓക്സിലറി ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ ഓക്സോ മീറ്റാണ് ഇന്ന് വയനാട് ജില്ലയിലെ മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ അരപ്പറ്റ സ്കൂളിൽ ഇന്ന് നടക്കുന്നത്. ഓക്സോ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി അംഗങ്ങൾ ഓരോ CDSകളിലെയും 50 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ എന്നുള്ള രീതിയിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓക്സിലറി ഗ്രൂപ്പുകളുടെ ഉദ്ദേശം കുടുംബശ്രീ പ്രസ്ഥാനത്തിന് തന്നെ ഇപ്പോഴുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും അതിനുശേഷമുണ്ടാകുന്ന കുടുംബശ്രീയുടെ പ്രസ്ഥാനത്തെ കൊണ്ട് നയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് കുടുംബശ്രീയിലെ ഓക്സോ ഗ്രൂപ്പുകളെ വിഭാവനം ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ധാരാളം സംരംഭ മേഖലയിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും സ്റ്റാർട്ട്സുകൾ പോലെയുള്ള കാര്യങ്ങളിൽ വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുമാണ് ഓക്സോ മീറ്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഓക്സിലറി ഗ്രൂപ്പുകൾക്ക് ഇന്ന് ഈ ദിവസം 5 പീരീഡുകളിലായി വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ് നമ്മളിന്ന് വയനാട് ജില്ലയിലെ 27 CDSകളിലും ഇന്ന് നടത്തപ്പെടുന്നത്. മികച്ച പങ്കാളിത്തമാണ് നമ്മളുടെ വയനാട് ജില്ലയിലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നിവിടെ തന്നെ മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ അരപ്പറ്റ സ്കൂളിൽ തന്നെ ഏകദേശം 250ഓളം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ് നമ്മളുടെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ വയനാട് ജില്ലയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും 27 CDSകളിലെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ ഒരു പഠന പ്രക്രിയയാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നത്. ഇതിനുശേഷം തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വനിതാ ഘടക പദ്ധതിയിൽ അടക്കമുള്ള പ്രോജക്റ്റുകൾ അവരെ ഏൽപ്പിക്കുന്നതിനും അത് മുഖേന സംരംഭ സാധ്യതകളിലും സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതികളെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.